ചേച്ചിയെ ഡേ ഈ പുള്ളി പോയില്ലടാ. അവളെന്തേ? പാലും ചിപ്സ് മേടിക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കാം. നല്ല പറ്റ 4500 രൂപയായി. കേറി വാ, കേറി ഇരിക്കും. ആ വരാം വരാം വരാം. പറഞ്ഞു വിട്ടല്ലേ, പോരുത് കേട്ടോ. നമ്മളെ വീടല്ലേ ഇരിക്കും. ആ നേരത്തെ സർപ്രൈസ് ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. എന്താണ് അവിടെ കാര്യവിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തീർന്നു. പറഞ്ഞത് ഇനിയിപ്പോ നമ്മൾ അടുത്തൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാം. അല്ല, നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയം പറഞ്ഞേ? ഞങ്ങളൊരു 15 വർഷത്തെ പരിചയമുണ്ട്. അപ്പോഴേ ഈ 15 വർഷം സൗഹൃദം ഒന്നും പണി തരുന്നേരില്ല. എന്നാ ഇത് നമ്മുടെ വായിലോട്ട് വെച്ചോ. ഞാനോ? എന്നിട്ട് വെച്ചോ, ഇനി സംസാരമില്ല. വെച്ചോ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ നിങ്ങൾ പറയുന്ന സാധനം ഏക്കുന്നില്ല. വായടപ്പിച്ചെന്നുള്ള. അതെ അതെ അതെ. വെച്ചിട്ട് വെച്ചോ. ഇത് സെഗ്മെന്റ് ആണോ അതോ ടാസ്ക് പരിപാടിയാണോ? നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, മറ്റത്. അനീഷേട്ടന്റെ ഒരു കഥ ജിൻചേട്ടന്റെ കയ്യിലുണ്ട്. അത് നമ്മളോട് പറയും, നിങ്ങളുടെ റിയാക്ഷൻ ഒന്ന് എടുക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ കോമഡി എവിടെയാന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ആ മുഖത്തെ എക്സ്പ്രഷനും പുള്ളിയുടെ ആ വീണ്ടും വീണ്ടും ഉണ്ടാകുമോ പറ്റുമോ എന്നുള്ളൊരു സാധനമായിരുന്നു. കാര്യം പുള്ളിക്ക് അത് മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം വേറൊന്നുമല്ല, ഞങ്ങള് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു പരിപാടിക്ക് പോയി. പുള്ളി അത് അവിടത്തേക്ക് എത്തിയിട്ടില്ല. എന്നാലും എനിക്കറിയാം, ഞാൻ പറയാലോ. ഞാൻ പറയാം, ഇവിടുന്ന് ട്രെയിന് പോകാന്ന് പറഞ്ഞു. ഈ പുള്ളി പറഞ്ഞു ബസ്സിന് പോയാൽ മതി. അപ്പൊ പിന്നെ ഞങ്ങൾ ബസ്സിന് പോകാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ട് KSRTC ബസ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ കയറി, ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ചു. അപ്പൊ ഭയങ്കര ആൾക്കാരാ. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടല്ല പോകണം, ഞങ്ങൾ ഭയങ്കര ആളായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ നേരെ കയറി കഴിഞ്ഞപ്പോഴത്തെ കുറെ സീറ്റ് ഉണ്ട്, ഒരു സീറ്റ് മാത്രം ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ ഈ പുള്ളിക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാധനം കത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് സാധനം. അപ്പൊ ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, പുള്ളിക്കാരൻ എല്ലായിടത്തും പോകാൻ മടിയാ. ഈ പുള്ളി പറയും, നീ ഒരു കാര്യം ചെയ്യും, നീ 2 കുപ്പി വെള്ളം മേടിക്കാം, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ. ഞാൻ വെള്ളം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി. അവിടെ പുള്ളിക്കാരൻ അവിടെ ചെന്നെങ്കിൽ ഇരുന്ന്. കാരണം എന്താണെന്നറിയോ, പുള്ളിയുടെ മെയിൻ സംഭവം വെച്ചാൽ പുള്ളി സിനിമ ഇറങ്ങി, ഒരു അന്വേഷണത്തിന്റെ തുടക്കം. എല്ലാം പുള്ളി തിയേറ്ററില്ല. അപ്പൊ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ പുള്ളിക്ക് കുറച്ചുകൂടെ ജാട അങ്ങ് കൂടി. പുള്ളി അവിടെ വന്നിരുന്നു. പുള്ളിക്കാരൻ വന്നിരുന്നു പറഞ്ഞ തൊട്ട് ഇപ്പുറത്തൊരു ഫാമിലി ഇരിപ്പുണ്ട്, ഒരു ചേട്ടനും ചേച്ചിയും, സോറി ചേട്ടനില്ല, ഒരു ചേച്ചിയും കൊച്ചും മാത്രം ഇരിപ്പുണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരൻ വന്നിരുന്നു പറഞ്ഞ ഇങ്ങനെ വന്നിരുന്നത്. ആ ചേച്ചി ഇങ്ങനെ നോക്കി, ആ കൊച്ചു ഇങ്ങനെ നോക്കി. കുഞ്ഞു കൊച്ചാണ് ചേച്ചി, തീരെ കുഞ്ഞു കൊച്ചാ. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് ഫ്രണ്ട് ചെയ്യുന്ന കുറെ ആൾക്കാര് ഇങ്ങനെ നോക്കി. അന്ന് ഈ പുള്ളി അവിടെ നിന്ന് വീണ്ടും സിനിമയിൽ അഭിനയിച്ചല്ലോ. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോ കണ്ടക്ടറൊക്കെ വന്ന് ഇങ്ങനെ നോക്കി. അപ്പോഴും പുള്ളി ഇങ്ങനെ ഇരുന്നു. കണ്ടക്ടർ നേരെ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് മേലും മേടിക്കാൻ അവിടെ ചെന്ന് വെച്ചിട്ട് ഡ്രൈവർ വെച്ചിളക്കി പോവും. അപ്പൊ ഡ്രൈവറോട് ഇങ്ങനെ പറഞ്ഞു, ഡ്രൈവർ ഇങ്ങനെ ഡ്രൈവർ പറഞ്ഞു വിട്ടടിച്ച് പോവാ. ഞാൻ ഈ 2 കുപ്പിക്കകത്ത് വെള്ളമൊക്കെ മേടിച്ച് കയറി വന്നപ്പോഴത്തേക്ക് കണ്ടക്ടറിനോട് ചോദിച്ചു, നിങ്ങളുടെ മറ്റേ പരിപാടിക്കകത്തുള്ള പുള്ളിയല്ലേ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ എന്നാ പറ്റി? ഒന്നുമില്ലാന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് പോയി. ഏറ്റവും അവസാനം ഞാൻ ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ആ ചേച്ചി ഈ പുള്ളിക്കാരനോട് പറയുകയാണെ, എന്റെ കൊച്ച് ആ സീറ്റിൽ അപ്പിയിട്ടേരിക്കുന്നേ, നിങ്ങൾ ഇങ്ങോട്ടൊന്നും മാറിയിരിക്കാ, നിങ്ങളെ ആൾക്കാര് നോക്കുന്നത് ശകലം കൈ നിട്ടിട്ടുണ്ട്. ഇതേ സംഭവം ഉണ്ടായ സംഭവം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായ സംഭവം. പിന്നെ ഞങ്ങൾ ആ ബസ്സിനല്ല പോയത്, അത് വേറെ സത്യം. കാരണം അറിയാമായിരിക്കുമല്ലോ. തീർച്ചയായും. പിന്നെ അടുത്ത് കഴിയും. അപ്പൊ തന്നെ 2 കുപ്പി വെള്ളം മേടിക്കാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാമായിരുന്നു, നേരത്തെ അറിയാമായിരുന്നു 2 കുപ്പി വെള്ളം എന്തായാലും അത്യാവശ്യം വരും. ഈ വിസിൽ ഞാൻ കൊടുക്കണോ അതോ? അല്ല, പുള്ളിക്ക് വേറെ വിസിലുണ്ട്, വേറെ കൊടുക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതന്നെ വർത്താനം പറഞ്ഞു. നിങ്ങൾ എന്നോട് ആദ്യം പറഞ്ഞാൽ ഈ പുള്ളിയെ പറ്റിക്കാനല്ലേ പറഞ്ഞേ. ആ സംഭവം നമ്മൾ തെറ്റി വെച്ചിട്ട്. അത് മോശമല്ലേ, ഒരു പാലോടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഒരു പാലോട്ട് ഒറ്റ പാലേ ഉള്ളൂ, അങ്ങോട്ടേ ഉള്ളൂ. ഇപ്പം തരാം. ഈ പുള്ളിക്ക് പറയുന്ന സാധനം കാണത്തില്ല. കാരണം നിങ്ങൾ അത്ര ക്ലീനാണ്. ക്ലീൻ്റെ അല്ലേ, ഞങ്ങള് 10 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും. കാരണം ഞാൻ എല്ലാ രാത്രിയിലും ഞാൻ വീട്ടിൽ പോകും. ഈ പുള്ളിയുടെ കഥയാണെന്ന് കേൾക്കണം. പുള്ളിയുടെ കഥ ഒരു വലിയ നടന്ന സംഭവം കേട്ടോ. ഈ പുള്ളി ഒരു സിനിമയിൽ അഭിനയിച്ച് ചോല ബസ്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഡബ് ചെയ്യാൻ വേണ്ടി അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ചേട്ടാ ഒരു കാര്യം ചെയ്യ്, നമുക്ക് വൈകിട്ട് ഒന്ന് അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഡബ് ചെയ്യാൻ പോണത്, കണ്ട് പഠിക്കുക ചേട്ടായി, നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടു പഠിക്കും. പിന്നെ അതുമല്ല രാത്രി 11:30 പോകുന്നത്. അതാകുമ്പോഴത്തേനും പെൺപിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റാ പുള്ളിക്ക്. എടുക്കരുത്, വായുന്ന് നീ എടുക്കരുത്. അതിന് പെൺപിള്ളേരുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ അല്ലേ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. അതിനു മുമ്പേ പെണ്ണുമ്പിള്ള വിളിച്ചിട്ട്, ചേട്ടാ എവിടെ മോളെ മിണ്ടരുത്, വെക്കട അവിടെ, പണി കിട്ടും.
അവൻ നമ്മളെ ഞാൻ ഡബിങ്ങിന് പോവാണ് പൊന്നെ എന്നൊക്കെ പറഞ്ഞിട്ടായി പോകുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ചേട്ടാ നമ്മൾ ഉറക്കം നിൽക്കുമ്പോഴത്തേനും കുറച്ച് പെമ്പിള്ളാരൊക്കെ കൊണ്ട് സംസാരിച്ചിരിക്കാമല്ലോ, അതാ നമ്മൾ ഇതാന്ന് പറഞ്ഞു. ഞാൻ ശരി ഐക്കൺ സ്റ്റുഡിയോയിലല്ലേ എടുക്കരുത്. അപ്പൊ ഞങ്ങള് പൈനത്തിന് വന്നിട്ട് ഇവന്റെ വണ്ടിയിൽ കാറിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ആദ്യം നമ്മള് നോക്കുന്ന ചെരുപ്പ, ലേഡീസ് ചെരുപ്പ് വല്ല കിടപ്പുണ്ടോ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും ഒരു പൂക്കളുള്ള മോഡേൺ വെള്ള ചെരുപ്പ്. അപ്പൊ ഇവൻ എന്നോട് ഉണ്ടോ സംഭവം വന്നിട്ടുണ്ട്, ഇന്ന് ഉഷാറായിട്ട് നമ്മൾ ഡബ് ചെയ്യുന്നു പോന്നു, രാവിലെ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഈ ചെരുപ്പെടുത്ത് അങ്ങോട്ട് മാറിയിട്ട് ഡബി സൂട്ട് അങ്ങോട്ട് തുറന്നു നോക്കിയപ്പോ കുളപ്പള്ളി നീലത്തേച്ചി നടന്നല്ലേ ഒന്ന്. നമ്മള് സാധാരണ രീതിയിൽ രാത്രി ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മളിപ്പോ അവിടെ നിന്നിരിക്കാൻ നേരത്തെ ഇപ്പൊ ജിമ്മിൽ തന്നെ കണ്ടിട്ടില്ല. ഇനി പെണ്ണുങ്ങളോട് ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ രസമാണ് ഡബ് ചെയ്യാൻ വേണ്ടി അവിടെ അല്ല ഉണ്ടെങ്കിൽ സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ. സമയം പോണത് അറിയത്തില്ല, ഒരു മണിക്കൂറല്ലേ. അത്രയും അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഏതെങ്കിലും പെൺപിള്ളേർ കാണാം, നമുക്ക് കുറച്ചേരൊക്കെ അഞ്ചരക്ക് ഇടിച്ചിരിക്കാം, നോക്കാം. ഒരു പൂക്കളുള്ളൊരു ചെരുപ്പ് മറ്റേ സ്പോഞ്ച് കൊടുത്ത് മറ്റേ ക്രീം കൊണ്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട് വരാൻ പറയും. നോക്കിയപ്പോ കഴിയായിരുന്നോ? പിന്നെ അല്ലാതെ ഓക്കെ, ആ സെഗ്മെന്റ് അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും സർപ്രൈസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്തു എന്നാണ് വിശ്വാസം. അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് അനീഷ് ഏട്ടൻ്റെ വീട്ടിലാണ്. നമ്മൾ ചായ പലഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മളെ വളരെ ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് കാരണമാണ് നമ്മൾ വീട്ടിൽ കയറി വീട്ടിനകത്ത് കയറിയത്. അത് ഞാൻ നേരത്തെ പറയാറുണ്ട് അവരോട്, ഞങ്ങൾ വീട്ടിൽ കയറിയത് ഈ പുള്ളി വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പം നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ ഫൈനൽ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഇവർക്ക് ഒരു പി പി കൊടുക്കും. ആ പി പി ഈ പി പി അല്ല, വേറെ പി പി. ആ പി പി നിങ്ങൾ പരസ്പരം യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ വാങ്ങിച്ച് ഊതുക. ഓ അങ്ങനെ. അപ്പം അങ്ങനെ ഒരു 10-12 ചോദ്യം എൻ്റെ കയ്യിലുണ്ട്. അതിന് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഓഡിയൻസിന് സെഗ്മെന്റ് നല്ലതുപോലെ അറിയാം, അവർ 2-3 എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതായത് ഒരു യെസ് ഓർ നോ ആണ് സംഭവം, ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സംഭവം വിധി പറയുന്ന ഇതിനകത്തൂടെ ആണല്ലോ. അപ്പം ഇതിൽ കൂടെ ഊതുമ്പോൾ സൗണ്ട് കേൾക്കും, ഊതുമ്പോൾ സൗണ്ട് കേൾക്കും. അപ്പം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അനീഷേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അനീഷേട്ടൻ ഊതുക, വിളിച്ച് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഊതാം. ഒരു ഊത്തേ ഉള്ളൂ, മൊത്തം ഊത്ത. ആയിക്കോട്ടെ. ആദ്യത്തെ ചോദ്യം, സ്റ്റേജിൽ നിന്ന് പഞ്ച് ലൈൻ, കോമഡിയുടെ പഞ്ച് ലൈൻ മറന്നു പോയിട്ടുണ്ടോ? അത് ഏത് സ്കിറ്റിലായിരുന്നു? ഞങ്ങളെ കളിച്ചുകൊണ്ടിരുന്ന സ്കിറ്റിനകത്ത് മെയിൻ സാധനം മറന്നു. ഞങ്ങൾ കളിച്ചോണ്ടിരുന്ന സ്കിറ്റിന്റെ മെയിൻ കണ്ടന്റ് ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട്. അയ്യോ, അതെന്തായിരുന്നു? ഇലക്ട്രിക് ഓട്ടോയുടെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു വീടിന്റെ പോസ്റ്റിന്റെ അവിടെ നിൽക്കുക. അപ്പൊ 4 പെമ്പിള്ളാരാ പുള്ളിക്ക്. കാരണം ഈ ചെറുപ്പക്കാരെല്ലാം വന്ന് ഇവിടെ ചാർജ് ചെയ്തുകൊണ്ട് പുള്ളിക്ക് ഭയവാ. ഇതാണ് മെയിൻ കണ്ടന്റ്. ആ കണ്ടന്റ് പറയാതെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് മറന്നുപോയി. ഞങ്ങൾ രണ്ടും മറന്നുപോയി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും നല്ല തമാശക്കാരനാരാണ്? ഊതുന്നുണ്ടോ? അപ്പൊ എനിക്ക് ഈഗോ അടിക്കില്ലേ? ഞങ്ങൾ ഞാൻ പറയാം, ആത്മവിശ്വാസം. എന്നെക്കാട്ടും ഒരു അത്യാവശ്യം കൗണ്ടറൊക്കെ പറഞ്ഞ് കൊള്ളിക്കാൻ കഴിവുള്ള ഒരാളാണ് ജിജി. ജിജേട്ടന്റെ സ്ലാങ് ഭയങ്കരമായിട്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇനി ഞാനോട് കൂടാവേ, അല്ല പിന്നെ ഞാനൊന്നും പറഞ്ഞു. ഈ പുള്ളിയുടെ ഒരു പ്രത്യേകത നമ്മളൊരു ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാനിങ്ങനെ ഓരോ സുനാപ്പി കൊണ്ടുവരത്തില്ല, കണ്ടന്റ് കൊണ്ടുവരും. ഇന്നൊരു സാധനം ചെയ്യുന്നത് ഫ്രെയിമാണ് നമ്മുടെ. ഈ പുള്ളി കൂടുതൽ കൗണ്ടർ കൊണ്ട് നിറയ്ക്കുന്ന ഇദ്ദേഹമായി. അത് കൊള്ളിക്കുന്നത് പല ടൈപ്പിലായിരിക്കും, കൗണ്ടറുകൾ ഏറ്റവും കൊണ്ടുവരുന്നത് പുള്ളിയായിരിക്കും. അതായത് നമ്മൾ ഇരിക്കാൻ നേരത്ത് സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ വെച്ചിരുന്ന ഒരു പ്രോപ്പർട്ടി കണ്ടപ്പോൾ ഇത് കൊള്ളാം, പോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകാം എന്ന് തോന്നിയിട്ടുണ്ടോ? സ്റ്റേജാണോ ഫ്ലോറാണോ? ഫ്ലോറില്. ജഡ്രാ ചോദി ഏത് സാധനമാണ്? അപ്പൊ അവിടെ ഇരിക്കുന്ന പണപ്പെട്ടി.
ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സ്കിറ്റ് പ്ലാൻ ചെയ്തു, പക്ഷെ അവിടെ ചെന്നപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു കോസ്റ്റ്യൂം കിട്ടി, അതിട്ട് സ്കിറ്റ് കളിക്കേണ്ടി വരും. അതേതാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ആ ബാഗിനകത്തിട്ട് മാറ്റുകൊള്ളാം. അങ്ങനെ കളിച്ചിട്ടില്ലേ? ചേട്ടനിട്ടില്ലേ? ഇല്ല. ഞങ്ങള് അല്ല ഇതെന്താ അറിയാം, ഞാൻ പറഞ്ഞിട്ട് മെയിൻ കോസ്റ്റ്യൂം സേതുരാമയ്യർ CBIയുടെ കോസ്റ്റ്യൂമാണ് നമുക്ക് വേണ്ടത്. അന്ന് ആ സ്കിറ്റിന് റൈറ്റ്സ് ഇല്ല, മ്യൂസിക് ഇല്ല. ഞങ്ങൾ ആ ഫ്ലോറിലേക്ക് കയറുന്ന കഥക് തുറക്കാൻ നേരത്താണ് ഈ സംഭവം ഞങ്ങൾ അറിയുന്നത്. ആ സെക്കൻഡ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒരു സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. അത് പിന്നെ സേതുരാമയ്യർ CBI മാറ്റിയിട്ട് നേരെ വക്കീലങ്ങാക്കുക. ഓക്കെ, നിങ്ങളുടെ പോലെ ഗ്രൂപ്പ് കളിക്കുന്ന മറ്റൊരു ടീമിനെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ആരെ? നമ്മുടെ സെൽവരാജിന്റെ ഒരു ടീമിലേക്ക് എന്താ നമ്മൾ നിഷ്കളങ്കര. സാധാരണ രീതിയിലേക്ക് നമ്മൾ ഈ ഫ്ലോറിൽ വെച്ച് പറയുന്ന തമാശ നമ്മൾ അവിടെ ചെല്ലുമ്പോഴുള്ള ചെറിയ 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 തമാശകൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറെ സാധനം പറഞ്ഞു, അയ്യോ ഇത് കടിപ്പിക്കണം ആ സാധനമല്ലേ. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മഴവിൽ മനോരമയില് പുതിയ പുതിയ ആളുകൾ വരും. പുതിയ അതായത് ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് അല്ലാതെ പുതിയ പുതിയ ആളുകൾ വരാൻ നേരത്ത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാറി ഇരുന്ന് വെച്ച് പറയും. അവരുടെ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി വരാൻ നേരത്ത് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. ചേട്ടാ നിങ്ങൾ മറ്റേ ടിസ്റ്റ് എടുത്തായിരുന്നോ? ഞങ്ങൾ രണ്ടുപേരും പറയാൻ സാധനം ഏറ്റവും കുറേ വിളിയാ. അപ്പൊ ഇല്ല, അവിടെ പോയി കോർഡിനേറ്റർ കാണണം. കോർഡിനേറ്റർ പോയി കാണും, ടിസ്റ്റോ എടുക്കണം, ടിസ്റ്റോ എടുത്തിട്ട് വേണം പോകാൻ. അപ്പൊ അവൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരിക്കും. അതുപോലെ അവിടെ ചെന്നിട്ട് ചേട്ടാ ടിസ്റ്റോ ഞാൻ എടുത്തില്ല. അപ്പൊ അവൻ ഈ ടിസ്റ്റോ എന്താണാവി. അതുപോലെ ഈ പുള്ളി അത് ഇറങ്ങി വന്നിട്ട് പറയും പൈസ കിട്ടിയായിരുന്നോ? 2500 രൂപ കിട്ടിയില്ലേ? ഇല്ലേ, അത് എന്നോട് ഞാൻ ചോദിക്കും. അപ്പൊ അവര് ചൂട്ടിനിടെ നിൽക്കുകയായിരിക്കും. അതുപോലെ ഈ പുതിയതായിട്ട് വരുന്ന പിള്ളേരുടെ ഈ അമ്മമാർക്ക് ഭയങ്കര ഇതായിരിക്കും, ആകാംക്ഷയായിരിക്കും. പിന്നെ അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അവർക്ക് ആ ടെൻഷൻ മൊത്തം, അവർക്ക് ആ ടെൻഷൻ, പിള്ളേർക്ക് അറിയത്തില്ല. അപ്പൊ അവര് കളിച്ച് ഇറങ്ങി വരാൻ നേരത്ത് ഒന്നെങ്കിൽ 5 നമ്മൾ വിട്ടു, 15 അല്ലെങ്കിൽ 50 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം അടിക്കാൻ നേരത്ത് നൈസായിട്ട് അതിനെ കൂടെ പോയിട്ട് അവരുടെ അമ്മമാരോട് മാല കിട്ടിയില്ലായിരുന്നു. ഒരു പവന്റെ മാല ഉണ്ടായിരുന്നു, മേടിക്കാൻ അങ്ങനൊക്കെ പറ്റിക്കാറുണ്ട്. ഓക്കെ, സ്റ്റേജിലോ ഫ്ലോറിലോ കളിച്ച് കത്തി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസ് യുവമാരിത് എന്തുമില്ല കാണിക്കുന്നത് എന്ന് ആലോചിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ട് ഷോക്കായിട്ടുണ്ട്. അതിന്റെ അങ്ങനെയാണെങ്കിൽ ഊതാട്ട നേരം കാണുള്ളൂ. അല്ല നമ്മളൊരു പ്രതീക്ഷ വെച്ചാണല്ലോ ഇപ്പൊ ചെല്ലുന്നത്. അപ്പൊ എന്തായാലും ഒരു മെമ്പറിനുള്ള ഒരു 3 കൗണ്ടർ ഒട്ടിന് പീരി ഇടുന്ന പോലെ ഫ്രണ്ടില് ഇടയ്ക്ക് താഴെ ഇങ്ങനെ നമ്മൾ പേസ്റ്റ് ചെയ്തോണ്ടാ പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കൗണ്ടറുകളുമായിട്ടാ എന്തായാലും മെമ്പർ അടിക്കണം, അതല്ല കണക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന തമാശ നമുക്ക് അല്ല അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് സാധനം ഇടുമ്പോഴേ നമുക്കറിയാം പിന്നെ ചിരിക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഒരു കൊളുത്ത് അങ്ങ് കൊളുത്തു ഏത് കൊളുത്തിട്ട് രണ്ടാമത്തെ പീരി ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ, അതിനും ചിരിച്ചില്ലെങ്കിൽ തീർന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സ്റ്റേജിലൊക്കെ നമ്മൾ പ്രതീക്ഷയുള്ള 2 കൗണ്ടർ നമ്മൾ വെക്കൂല്ലോ. ഫ്ലോറിലാണെങ്കിലോ? അല്ല, ഇത് ഫ്ലോറിലെ കാര്യം ഞാൻ പറഞ്ഞു. കാര്യം പുള്ളി പറഞ്ഞത്. സ്റ്റേജിൽ എങ്ങനെയാണെന്ന് അറിയോ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സാധനം ഇങ്ങനെ കൊണ്ടങ്ങ് വെക്കാൻ നേരത്ത് നമ്മൾ സ്റ്റേജിൽ എന്ന് പറയാൻ നേരത്ത് ഇങ്ങനെ കുറെ കളിച്ച് വരുമല്ലേ. ചില സ്ഥലത്ത് ഈ സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഒരു 8 മണിക്ക് 9 മണിക്ക് തുടങ്ങുന്ന പരിപാടിക്ക് നമുക്കറിയാം, അതിപ്പോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകള് ഈ സമയം അങ്ങ് കഴിഞ്ഞ് കഴിയുന്നിടത്ത് ഈ മനുഷ്യൻ അങ്ങ് ചടയൂല. ഇനി അവിടെ ചെന്ന് വെച്ചിട്ട് ഇനി എന്നാ ഭൂകമ്പം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇത് ഏക്കത്തില്ല. അന്നേരം നമ്മളൊരു സാധനം അങ്ങോട്ട് വിടും. അവിടെയാണ് ഈ ചില ആർട്ടിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെ വെക്കത്തില്ലേ, സ്പീഡാ നമുക്ക് ആർക്കും മനസ്സിലാകാത്ത രീതി നമ്മൾ കത്തിച്ചു വിടും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. സ്റ്റേജിൽ കളിച്ച് കഴിഞ്ഞ ശേഷം പുല്ല് ഇതിവിടെ കളിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഒരു സ്കിറ്റ്? പിന്നെ തീർച്ചയായിട്ടും ശരിയാണല്ലോ, നമ്മളെ അംഗീകരിക്കാതെ എപ്പിസോഡ് യൂട്യൂബിൽ റിലീസ് ചെയ്തതിന് ശേഷം എടാ ഇതങ്ങോട്ട് കയറുന്നില്ലല്ലോടാ എന്ന് പരസ്പരം പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ട്. വ്യൂസ് ഇല്ല, അതിന്റെ റിസൾട്ട് ഓൾറെഡി നമുക്ക് ആ ഫ്ലോറിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ. ഇതിൽ പെടാത്തൊരു ചോദ്യം ചോദിക്കുക. അതായത് ഇപ്പം നമ്മൾ സ്റ്റേജ് കളിച്ചു ഭയങ്കരമായിട്ട് റീച്ചായി, പക്ഷെ അത്
നമ്മൾ ഔട്ട് വരുമ്പോഴേക്കും ടെലികാസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഡിജിറ്റലിൽ വരുമ്പോഴോ അത് പാളിപ്പോണ്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇതിന് ഇവന്മാർക്ക് എന്തിനാ ബമ്പർ എടുത്തത് കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മള് എപ്പോഴും ഒന്നും വേണ്ട, നമുക്ക് ഈ മറ്റേ ഇതില്ലേ നമ്മുടെ ഈ പാചകത്തിന്റെ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഇത് ഉണ്ടാക്കി കഴിക്കുന്നവൻ അതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ, ഇത് കാണുന്നവൻ ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഫ്ലോർ എന്ന് പറയുന്ന സാധനം. അവിടെ സംഭവിക്കുന്നതാണ് ടക്കി എന്ന് പറയുന്ന സാധനത്തിലാണ് നമുക്ക് ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എഡിറ്റ് ചെയ്ത് വരുന്ന സാധനത്തിന് ഒരിക്കലും ചിരിക്കുകയല്ല. നമ്മൾ സ്പോട്ട് പറയുന്ന സാധനത്തിന് എപ്പോഴും ചിരി വരും. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറങ്ങുവാണെന്ന് ചോദിച്ചു. ഇറങ്ങുവാന്നോ? എന്റെ അഭിനയം മികച്ചതാണ് എന്ന് സ്വയം തോന്നിയിട്ടുണ്ട്? സിനിമയിലാണോ, സ്റ്റേജിലാണോ, ഫ്ലോറിലാണോ? നീ പറയുന്നു തുടങ്ങുന്ന. അല്ല, ഞാൻ ചെയ്യുന്നതിനകത്ത് എനിക്ക് തെറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ മികച്ച കലാകാരനാണെന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. ആത്മവിശ്വാസം. ഒരു ചെറിയ സാധനം തന്ന നമുക്ക് അനീഷ് അതൊന്നും ചെയ്യൂ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ 2 സെഗ്മെന്റും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ ആര് തോറ്റു ആര് ജയിച്ചു? ഇവിടെ തോൽവി ജയമില്ല, നിങ്ങളുടെ സൗഹൃദമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സൗഹൃദം എൻജോയ് ചെയ്യാനാണ് ബേസിക്കലി വന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറിൽ നിന്നു, മഴ അവർ നമ്മൾ വിട്ടില്ലെന്നുള്ള മഴ വന്നിട്ട് വിട്ടില്ല. നിങ്ങളുടെ ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ഇവിടുന്ന് കിട്ടിയ വെൽക്കം എന്ന് പറയുന്നത് ശരിക്കും വിശാല മനസ്സ് നിറഞ്ഞുള്ള വെൽക്കമാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഫുഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കും, നമ്മൾ അറിഞ്ഞില്ല കേട്ടോ, സത്യം. അപ്പം ഞങ്ങളുടെ എന്നാ എന്നോട് പറ എന്ന ഷോയിൽ വന്ന് ഞങ്ങളുടെ ഓഡിയൻസിനെ രസിപ്പിച്ചതിനും നിങ്ങളുടെ വിശേഷങ്ങൾ തുറന്ന പുസ്തകം പോലെ വെച്ചതിനും ഒരുപാട് സന്തോഷങ്ങളും തുടർന്നുള്ള സിനിമകൾ, ബാക്കിയുള്ള പരിപാടികൾക്ക് എല്ലാത്തിലും ഞങ്ങളുടെ ഒരുമിച്ചുള്ള എല്ലാ ഭാവുകങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും നേരുന്നു. ഞങ്ങളുടെ ഓഡിയൻസിന് എന്താ പറയുക? അപ്പോൾ എന്തായാലും ഇതുപോലെ കൗമുദിയുടെ ഒരു പ്രോഗ്രാമിൽ വരാനും ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം നിങ്ങൾ കാണണം. തീർച്ചയായിട്ടും അതുപോലെ തന്നെ സത്യം. ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞു വന്നപോലെ തന്നെ സിനിമയാണ് ഞങ്ങൾക്ക് വലുത്, ഞങ്ങൾക്ക് ഗൾഫിൽ പോകണം, ഇതൊക്കെ പറഞ്ഞു പിടിച്ച് വരുമ്പോൾ ആരും വിളിക്കാതെ വരുന്നത് ഞങ്ങളെ കൗമുദി തപ്പിയെടുത്തിട്ട് ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ച കൗമുദിയോട് ഒരുപാട് കടപ്പാടുകളും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അപ്പം എല്ലാവരും ഞങ്ങളുടെ ഈ പരിപാടി കാണണം. അപ്പം അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിശിഷ്ടാതിഥിയുമായി നമ്മൾ വീണ്ടും ഉറപ്പായും കണ്ടുമുട്ടും. അപ്പോൾ എന്നാ എന്നോട് പറ എന്ന ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഞങ്ങൾ ബൈ.